ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ട്രേഡ് സ്റ്റൈൽസിനെ പറ്റിയിട്ടും സ്പോട്ട് ട്രേഡ് എന്താ ഫ്യൂച്ചേഴ്സ് ട്രേഡ് എന്താ ഈ രണ്ട് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ട്രേഡ് സ്റ്റൈൽ ട്രേഡിൻ്റെ ടൈം ഡ്യൂറേഷൻ അനുസരിച്ച് നമുക്ക് ട്രേഡിനൊന്ന് നാലായിട്ട് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ സ്കാൽപ്പർ, സെക്കൻഡ് വൺ ഡേ ട്രേഡർ, തേർഡ് വൺ സ്വിംഗ് ട്രേഡർ, ഫോർത്ത് വൺ പൊസിഷൻ ട്രേഡർ. ഫസ്റ്റ് വൺ ആയിട്ടുള്ള സ്കാൽപ്പർ എന്താ നമുക്കൊന്ന് നോക്കാം. സ്കാൽപ്പർ എന്ന് പറയുന്നത് അൾട്രാ ഷോർട്ട് ടേമിലേക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാളെയാണ് സ്കാൽപ്പർ എന്ന് പറയുന്നത്. സ്കാൽപ്പ് ട്രേഡിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 മിനിറ്റ് ടു ഫ്യൂ അവേഴ്സ്, ഒരു മിനിറ്റിൻ്റെയും ഫ്യൂ അവേഴ്സിൻ്റെ ഉള്ളിൽ ഒരു ട്രേഡ് എടുത്താൽ എക്സിറ്റ് ആവുന്ന ഒരാളെയാണ് നമ്മൾ സ്കാൽപ്പർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഓരോരോ ട്രേഡ് എടുക്കാൻ നമ്മൾ എന്താക്കുന്നത് ക്യാൻഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓരോരോ ക്യാൻഡിൽസും ഓരോരോ ടൈം ഫ്രെയിമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാൻഡിൽസ് ആണ്. അപ്പോൾ നമ്മൾ സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് 1 മിനിറ്റ് ടു 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽസാണ് നമ്മൾ എന്താക്കുന്നത് സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഡേ ട്രേഡിംഗ്. ഡേ ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടേമിലേക്കുള്ളൊരു ട്രേഡിംഗ് ആണ്. ഫ്രം ലെസ് ദാൻ 1 ഹവർ ടു 1 ഡേ, ഒരു മണിക്കൂറിൻ്റെയും അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെയും ഉള്ളിലെല്ലാം നമ്മൾ ട്രേഡ് ചെയ്തിട്ട് ഒരു ട്രേഡ് ക്ലോസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഡേ ട്രേഡിങ്ങിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ക്യാൻഡിൽസ് എന്ന് പറയുന്നത് 5 മിനിറ്റ് ടു 4 അവേഴ്സിൻ്റെ ക്യാൻഡിലാണ് നമ്മൾ എന്താക്കുന്നത് ഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത്. അടുത്തത് സ്വിംഗ് ട്രേഡിംഗ്. ഒരു ലോങ് ടേമിലേക്കുള്ള ട്രേഡിംഗ് അല്ല, ഒരു ഷോർട്ട് ടേമിലേക്കുള്ള ട്രേഡിംഗ് അല്ല, ഒരു മീഡിയം ടേമിലേക്കുള്ള ട്രേഡിങ്ങിനാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ എ ഡേ ടു ഫ്യൂ വീക്സ്, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ഫ്യൂ വീക്സോ നീണ്ടു നിൽക്കുന്ന ഒരു ട്രേഡിങ്ങിനാണ് നമ്മൾ എന്താക്കുന്നത് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അവർ ടു 1 ഡേൻ്റെ ക്യാൻഡിൽസാണ് നമ്മൾ എന്താക്കുന്നത് സ്വിംഗ് ട്രേഡിൽ മെജോറിറ്റി യൂസ് ചെയ്യുന്നത്. അടുത്തത് പൊസിഷൻ ട്രേഡിംഗ്. ലോങ് ടേമിലേക്ക് ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നതിനാണ് ലോങ് ടേം ട്രേഡിംഗ് അല്ലെങ്കിൽ പൊസിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതൊരു ലോങ് ടേം ഡ്യൂറേഷനിലേക്കുള്ള ഒരു ട്രേഡിംഗ് ആണ്. ഫ്രം എ വീക്ക് ടു മെനി മന്ത്സ്, ഒരു വീക്ക് മുതൽ മെനി മന്ത്സ് നീണ്ടു നിൽക്കുന്ന ഒരു ട്രേഡാണ് പൊസിഷൻ ട്രേഡിംഗ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 ഡേ ക്യാൻഡിൽസ് യൂസ് ചെയ്യും, 1 വീക്ക് ക്യാൻഡിൽസ് യൂസ് ചെയ്യും, 1 മന്ത്, ഈ ടൈം ഫ്രെയിംസിൻ്റെ ക്യാൻഡിൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഒരു പൊസിഷൻ ട്രേഡ് കാര്യങ്ങൾ എടുക്കുന്നത്. അടുത്തതായിട്ട് മാർക്കറ്റിൽ 2 ടൈപ്പ് ഓഫ് ട്രേഡാണ് മെജോറിറ്റി ആളുകൾ ചെയ്യുന്നത്. ഒന്ന് സ്പോട്ട് ട്രേഡിംഗ്, ഒന്ന് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ്. അപ്പോൾ നമുക്ക് ബൈനാൻസ് എക്സ്ചേഞ്ചിൽ സ്പോട്ട് ട്രേഡിംഗ് എന്താ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്താ നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബൈനാൻസ് എക്സ്ചേഞ്ച് ആണ്. നമുക്കറിയാം വേൾഡിലത്തെ നമ്പർ 1 എക്സ്ചേഞ്ച് ആണ് ബൈനാൻസ് എക്സ്ചേഞ്ച്. ബൈനാൻസിൽ നമ്മൾ അസറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഓപ്ഷൻസ് കാണാം: സ്പോട്ട്, ഫണ്ടിങ്, ഫ്യൂച്ചേഴ്സ്. ഇപ്പം നമ്മളുടെ അടുക്കുള്ള USDT നമ്മൾ സ്പോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ മാർക്കറ്റിലേക്ക് വരിക. മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈനാൻസ് എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള കോയിൻസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഇതിൽ സുയി കോയിൻ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ സുയി ബൈ ചെയ്യുകയാണെങ്കിൽ ബൈ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ സ്പോട്ട് ബൈയിങ് ആണ് എന്താക്കുന്നത് ഇവിടെ ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ സ്പോട്ട് എന്ന് കാണാം, മുകളിലായിട്ട് സ്പോട്ട് എന്ന് കാണാം. സ്പോട്ടിൽ നമുക്ക് 2 രീതിയിൽ ബൈ ചെയ്യാം. ഓർഡറിൻ്റെ അകത്ത് നമുക്ക് ബൈ ചെയ്യാം, ഒന്ന് മാർക്കറ്റ് പ്രൈസിൻ്റെ അകത്തും നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഈ ലിമിറ്റ് ഓർഡറും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്ക് നമ്മളെ കയ്യിലുള്ള USDTക്ക് നമ്മുടെ അടുക്ക് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ 25 USDT, 25.80 USDT ആണ് നമ്മുടെ അടുക്കുള്ളതെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഇപ്പം കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന പ്രൈസിൽ എന്താക്കാം ഈ സുയി കോയിന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പം കറൻ്റ്ലി ഉള്ളതെന്ന് വെച്ചാൽ 2.28 ആണെങ്കിൽ ഞാനിവിടെ ബൈ സുയി എന്ന് ഞെക്കുന്ന സമയത്ത് അത് 2.30 എത്തിയിട്ടുണ്ടെങ്കിൽ 2.30 എന്താവുക എൻ്റെ കോയിന് പർച്ചേസ് ആവുക. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് ഇവിടെ ഒരു ലിമിറ്റ് ഓർഡറിൽ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് മാർക്കറ്റ് ഫെർദർ 2.28 എന്ന ഒരു 2.10 ഡൗൺ സൈഡിലേക്ക് പോകും. അവിടുന്ന് മേലോട്ടേക്ക് പോകുന്ന ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് 2.10 ഒരു ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് എനിക്ക് എത്ര എമൗണ്ട് ഓഫ് സുയി ആണോ അവിടെ വേണ്ടത് അത് എനിക്ക് എന്താക്കാൻ പറ്റും ഓട്ടോമാറ്റിക് അവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 2.10 എത്തുന്ന സമയത്ത് നമ്മളടക്ക മാർക്കറ്റിൽ ഉണ്ടാവണമെന്നില്ല, അല്ലെ നമുക്ക് ഈ സ്ക്രീന് നോക്കി ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ആ ലിമിറ്റ് പ്രൈസിൻ്റെ അകത്തൊരു ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ട് എന്താക്കാം നമുക്ക് മാർക്കറ്റിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക് 2.10 സുയിൻ്റെ പ്രൈസ് എത്തുന്ന സമയത്ത് നമ്മുടെ അടുക്കള USDT നമ്മൾ എത്രയാണോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അവിടെ ഒരു ഓട്ടോമാറ്റിക് പർച്ചേസ് നടക്കും. അപ്പോൾ ഇങ്ങനെ സ്പോട്ടിൽ വാങ്ങുന്നതിനാണ് നമ്മൾ സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സ്പോട്ട് ട്രേഡിങ് നമുക്ക് ഇവിടെ എത്ര ഡ്യൂറേഷൻ വേണമെങ്കിലും നമുക്ക് എന്താക്കാം ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് അപ് ടു നമ്മളൊരു ഇതിനനുസരിച്ചാണ്. നമുക്കിപ്പോൾ ഒരു 1 ഇയർ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഈ സുയി എനിക്ക് ഇന്ന് വാങ്ങിയിട്ടൊരു 1 ഇയറിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും.
എത്ര ടൈം വേണമെങ്കിലും എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഇന്ന് തന്നെ സെല്ല് ചെയ്ത് ഒഴിവാക്കണം, നമുക്ക് ഇന്ന് തന്നെ സെല്ല് ചെയ്ത് ഒഴിവാക്കാനും പറ്റും. സെയിം ബൈ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ സെല്ലിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ലിമിറ്റ് ഓർഡറിൻ്റെ അകത്ത് സെല്ല് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ സുയി പർച്ചേസ് ചെയ്ത് സുയി ഒരു $3 എത്തും എന്ന് എനിക്കൊരു ഉറപ്പുണ്ടെങ്കിൽ എനിക്കിവിടെ ഒരു 3 ഇട്ടിട്ട് എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ സുയി ഇല്ല, സുയി ഉണ്ടെങ്കിൽ നമ്മളിവിടെ എത്ര പെർസെൻറ്റേജ് ഇപ്പം 100% സുയിയും നമുക്ക് സെല്ല് ചെയ്യാൻ 100%ലേക്ക് നമ്മൾ എന്താക്കുക കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എമൗണ്ട് എത്രയാണോ സുയി എന്നുള്ളത് നമ്മൾ എന്താക്കുക ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെൽ സുയി എനിക്ക് കഴിഞ്ഞാൽ എന്താകും ഓട്ടോമാറ്റിക് സുയി $3 എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അവിടെ ഒരു സെല്ല് നടക്കും. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും നല്ലൊരു പ്രൈസിനാണ് സെല്ല് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ. ഇതിൻ്റെ മേലെ പ്രൈസ് പോവില്ല, പെട്ടെന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് പോകാൻ ചാൻസ് ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് മാർക്കറ്റ് റേറ്റിൽ എന്താക്കാം എത്രയാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് മൊത്തം നമുക്ക് എന്താക്കാം സെല്ല് ഞെക്കിയിട്ട് ഇവിടെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. സ്പോട്ട് ട്രേഡിങ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്പോട്ട് ട്രേഡിംഗ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മളടുക്ക് എത്ര എമൗണ്ട് ആണോ ഉള്ളത് ആ എമൗണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കോയിൻ പർച്ചേസ് ചെയ്തിട്ട് നമുക്കതൊരു ലോങ് ടേമിലേക്കോ അല്ലെങ്കിൽ ഷോർട്ട് ടേമിലേക്കോ സേഫായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. അടുത്തത് ഫ്യൂച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്യൂച്ചേഴ്സും സ്പോട്ട് ട്രേഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ലിവറേജ് ആണ്. നമുക്കിവിടെ 1x, 15x, 13x, 45x അങ്ങനെ നിരവധി ലിവറേജുകൾ കാണാം. ഫസ്റ്റ് നമുക്ക് ലിവറേജ് എന്താണെന്ന് ഒരു എക്സാമ്പിൾ ബേസ് നോക്കാം. എൻ്റെ കയ്യിൽ 10 രൂപയാണുള്ളൂ, ഞാനതൊരു 10x ലിവറേജിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 10 രൂപ ഉപയോഗിച്ചിട്ട് 10 രൂപേൻ്റെ 10 കോയിൻസ് വാങ്ങാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഞാൻ 10x ലിവറേജിലിട്ടത്. 10x ലിവറേജ് എന്ന് വെച്ചാൽ എൻ്റെ ക്യാപിറ്റൽ 10 രൂപയാണെങ്കിൽ 10x ലിവറേജിലിടുന്നതിലൂടെ അത് 100 രൂപയിലേക്ക് ഇൻക്രീസ് ആയി. ബാക്കി 90 രൂപ എനിക്ക് എക്സ്ചേഞ്ച് കടമായിട്ട് തരുന്ന എമൗണ്ടാണ്, ബാക്കി 90 രൂപ. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ സ്പോട്ടിൽ 10 രൂപേൻ്റെ ഒരു കോയിന് വാങ്ങി അത് 9 എത്തിക്കഴിഞ്ഞാലും 8 എത്തിക്കഴിഞ്ഞാലും 7 എത്തിക്കഴിഞ്ഞാലും കോയിന് നമ്മളെ കയ്യിലുണ്ടാവും. അത് മൂല്യം കൂടിയാൽ നമുക്ക് വിൽക്കാം, മൂല്യം കുറഞ്ഞാൽ നമുക്ക് വിൽക്കാൻ താല്പര്യമില്ല, നമുക്ക് വിൽക്കാതെ അവിടെ എന്താക്കാം നമുക്കവിടെ വെക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഫ്യൂച്ചേഴ്സിലേക്ക് വരുവാണെങ്കിൽ 10 രൂപയിൽ 10x ലിവറേജ് ഇട്ടിട്ട് നമ്മൾ എന്താക്കി 10 കോയിൻസ് വാങ്ങി എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് കണക്കായിട്ടുള്ള കോയിൻസ് വാങ്ങി. അപ്പോൾ ഒരു കോയിൻ മേൽ 1 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ 10 കോയിന് നമ്മുടെ കയ്യിലുണ്ട്, 10 കോയിൻ മേൽ ഓരോ രൂപ കുറയും. അപ്പം 10 രൂപ അവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡേഷൻ എന്ന് പറഞ്ഞ സാധനം സംഭവിക്കും. ലിക്വിഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഫണ്ട് മൊത്തത്തിൽ വാഷ് ഔട്ട് ആവും. ഈ എക്സ്ചേഞ്ച് തന്ന 90 രൂപ പ്ലസ് നമ്മൾ 10 രൂപ എടുത്തിട്ട് എന്താവും എക്സ്ചേഞ്ച് മാർക്കറ്റിൽ നിന്ന് പോകും. നമ്മളെ കയ്യിൽ റിമൈനിങ് ആയിട്ട് ഒരു കോയിനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ ട്രേഡ്. അവിടെ നമുക്കിപ്പം 10 രൂപയിൽ നിന്ന് 9 എത്തുന്നതിന് പകരം അതൊരു 11 രൂപയിലേക്ക് എത്തിയെങ്കിൽ നമുക്ക് 10 കോയിൻ നമ്മളെ കയ്യിലുണ്ട്. 10 കോയിൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് $1 പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 1 രൂപ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 10 രൂപ നമുക്ക് എന്താക്കി അവിടെ പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റിൻ്റെ അകത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുകയാണെങ്കിൽ എക്സ്ചേഞ്ചിൻ്റെ 90 രൂപ കഴിച്ച് നമ്മളെ ക്യാപിറ്റൽ 10 രൂപയും കഴിച്ച് 10 കോയിൻ വരെ ₹1 എന്ന് പറയുമ്പോൾ 10 രൂപ നമുക്ക് എന്തായി അവിടെ നിന്ന് പ്രോഫിറ്റ് കിട്ടി. നമ്മൾ സ്പോട്ടിലേക്ക് വരുവാണെങ്കിൽ 10 രൂപേൻ്റെ ഒരു കോയിന് നമ്മൾ വാങ്ങി അതൊരു 11 രൂപയിലേക്ക് എത്തുവാണെങ്കിൽ നമുക്ക് ആ $10 വെച്ചിട്ട് നമുക്ക് $1 നമുക്ക് അവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഫ്യൂച്ചേഴ്സിൽ നമ്മൾ 10 രൂപ ഉപയോഗിച്ചിട്ട് 10 കോയിന് പർച്ചേസ് ചെയ്ത് 10x ലിവറേജ് യൂസ് ചെയ്തിട്ട് 10 കോയിന് പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് $1 രൂപ കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ 10 രൂപ യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഒറ്റ ട്രേഡിൽ 10 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി. നമ്മളെ ക്യാപിറ്റൽ നമ്മൾ നേരെ അവിടെ ഡബിൾ ചെയ്ത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡബിൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അത്രയും റിസ്ക് ആയിട്ടുള്ള രൂപത്തിലാണ് എന്താക്കുന്നത് അത് ഡബിൾ ചെയ്യുന്നത്. സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ കോയിൻ അവിടെ ഉണ്ടാവും, പക്ഷേ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിക്ക് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മാർക്കറ്റിൽ നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ മാത്രം എന്താക്കുക ഫ്യൂച്ചർ ട്രേഡിങ്ങിലേക്ക് എൻ്റർ ആവാൻ നോക്കുക. മാർക്കറ്റിൽ മിനിമം ഒരു 6 മന്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ഫ്യൂച്ചേഴ്സിലേക്ക് വന്നിട്ട് വലിയ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ട് നല്ല രീതിക്ക് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫ്യൂച്ചേഴ്സിൻ്റെ റിസ്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെറിയ ലിവറേജ് യൂസ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക, സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ട്രേഡിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ ക്യാപിറ്റൽ സേഫാക്കിക്കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് നോക്കേണ്ടത്. പല ആളുകളും 100 രൂപ എടുത്ത് മാർക്കറ്റിൽ എൻ്റർ ആവും. 100 രൂപയിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് അതൊരു ലോസ് വന്ന് ഒരു 90 രൂപയിലേക്ക് എത്തും. പിന്നെ അവർ ട്രേഡ് ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചതൊരു 100 രൂപ ക്യാപിറ്റലിലേക്ക് എത്തിക്കാനായിരിക്കും. അവിടെ നിന്ന് അവർ റിവെഞ്ച് ട്രേഡ് ചെയ്ത് പിന്നെയും പൈസ പോകും, പിന്നെയും പൈസ പോകും. അവസാനം ടോട്ടൽ ആ 100 രൂപ നശിക്കും വരെ എന്താകും ഇങ്ങനെ ഓവർ ട്രേഡ് ചെയ്ത് ലോസ് വരുത്തും. അപ്പം ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും, അതേപോലെ ക്യാപിറ്റൽ നശിപ്പിക്കാനും പറ്റും. അപ്പോൾ സേഫായിട്ട് ഇതിൻ്റെ ഫണ്ടമെൻ്റലി അതിൻ്റെ ടെക്നിക്കലി സൈഡ് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വലിയൊരു ഫണ്ട് കാര്യങ്ങൾ വെച്ച് ട്രേഡ് ചെയ്യാൻ നോക്കുക.
ഫോർ മോർ ക്രിപ്റ്റോ മലയാളം അപ്ഡേഷൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.